നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പം ശിക്ഷിക്കപ്പെടും എന്നെല്ലാവരും വിചാരിച്ചിരുന്ന ഒരാളെ കോടതി നിരുപാധികം വിട്ടയച്ചു. അവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടക്കുക. പകുതി കേരളം കരഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു സ്ത്രീയോട് ചെയ്തത് ഭയങ്കര ചതിയായിപ്പോയി, അവൾക്കൊപ്പം എക്സെട്ര എക്സെട്ര. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ നശിച്ച ലീഗൽ സിസ്റ്റമാണ്. സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്യാം അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്നില്ലേ? നമ്മുടെ ഓഫീസുകളിൽ നടക്കുന്നില്ലേ? ഓഫീസിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളെ നമുക്ക് ബ്ലെയിം ചെയ്യാം. ഞാൻ അവിടെ നിന്ന് ജോലി രാജിവെക്കാൻ കാരണം ഈ വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർ പരത്തിയ ഒരുപാട് ഗോസിപ്പുകളാണ് എന്നെ തളർത്തിയത്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ആ ഓഫീസ് ആരുടെയാണ്? ഓഫീസിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നു എന്ന് മേലാളന്മാർ അറിഞ്ഞിട്ടും അവരെന്തുകൊണ്ട് അതിൽ ഇൻ്റർഫിയർ ചെയ്തില്ല? അവർ ഇൻ്റർഫിയർ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവർക്കൊരു താക്കീത് കൊടുക്കായിരുന്നു. പക്ഷേ ദേ ചോസ് ടു കീപ് സൈലൻസ്. എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് എന്നറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഫൈറ്റ് നടക്കട്ടെ, പുകഞ്ഞ് ഏതെങ്കിലും ഒരു പുള്ളികൾ പുറത്ത് ചാടും. അതായിരിക്കാം അവരുടെ ലക്ഷ്യം. വി കോൾ ദിസ് പാസീവ് ലീഡർഷിപ്പ്. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ദേ റിമെയിൻ ന്യൂട്രൽ. അവർക്ക് എല്ലാ തെളിവുകളും ഉണ്ട്, എല്ലാ ഇമെയിൽസും ഉണ്ട്, എല്ലാ റെക്കോർഡിങ്സും ഉണ്ട്, എല്ലാ കൺവെർസേഷൻസ് അവർ കേൾക്കുന്നുണ്ട്. തെറ്റാരുടെ ഭാഗത്താണ്, ശരി ആരുടെ ഭാഗത്താണെന്ന് അവർക്കറിയാം. പക്ഷേ എന്നാലും അവർ മിണ്ടില്ല. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അവർ സൈലൻ്റ് ആയിട്ട് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാമോ? യു ക്യാരി ഓൺ, യു ഡു വാട്ട് എവർ യു വോണ്ട് ടു ഡു, വി വിൽ കീപ് ക്വയറ്റ്, വി വിൽ സൈലൻ്റ്ലി പ്രൊട്ടക്റ്റ് യു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. എല്ലാ തെളിവുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. അവസാനം അക്യൂസ്ഡിൻ്റെ അടുത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വി വിൽ പ്രൊട്ടക്റ്റ് യു, വി വിൽ കീപ് സൈലൻസ്. ഈ ഒരു പാസീവ് ലീഡർഷിപ്പാണ്. അത് നമ്മുടെ വീടുകളിലുണ്ട്, ഓഫീസുകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ ഒരു ബസ്സിൽ ഒരു സ്ത്രീ, അവരെ ആരെങ്കിലും മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അവർ ഒച്ചയും ബഹളം ഉണ്ടാക്കി. കുറച്ച് പേര് അവരെ സപ്പോർട്ട് ചെയ്യും, വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയും. ചിലപ്പോൾ ഈ പറയുന്ന അക്യൂസ്ഡിനെ, സോ കോൾഡ് അക്യൂസ്ഡിനെ അവർ പിടിച്ചു വെക്കും. വേറെ കുറച്ച് പേര് ഈ സ്ത്രീക്ക് എഗൻസ്റ്റ് തിരിയാം. അവർ പറയാം, ഇവർ വളം വെച്ച് കൊടുത്തിട്ടോ, ഇവർക്ക് പരിചയമുള്ള ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സ്ത്രീയെ ബ്ലെയിം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. വേറൊരു തേർഡ് വിഭാഗം ആൾക്കാരുണ്ട്. ദേ ചൂസ് ടു കീപ് സൈലൻറ്റ്. സൈലൻസ് മാത്രമല്ല, അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ നിർവികാര പരബ്രഹ്മങ്ങൾ എന്ന് പറയുന്നത് പോലെ ദേ ചൂസ് ടു കീപ് സൈലൻറ്റ് ആൻഡ് ലെറ്റ് ദ ഡ്രാമ ഫോൾഡ്. ഇവരല്ലേ ഭയക്കേണ്ടത്? തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനത്തെ ആരോപണമുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ കുറേ പേര് സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ നേരിട്ട ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ ചിലർ സമ്മതിക്കുന്നില്ല, ചിലർക്ക് വർക്ക് കിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇങ്ങനെ ആരോപണ വിധേയരായ അവർക്ക് അവാർഡ് കൊടുക്കും. എനിക്ക് പരിചയമുള്ള ഒരാൾ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞോളൂ, നമ്മുടെ നാട്ടിൽ വാഹനം മോഡിഫൈ ചെയ്താലോ സ്റ്റിക്കർ ഒട്ടിച്ചാലോ അങ്ങനെ എന്തെങ്കിലും ലക്ഷങ്ങൾ ഫൈൻ കൊടുക്കേണ്ടി വരും. എന്നാൽ ഒന്ന് പീഡനം നടത്തിയാലോ ഒരു കുഴപ്പമില്ല, നടത്താം. ദിസ് ഇസ് എ മെസ്സേജ് വി ആർ സെൻഡിങ് എവറിബഡി. ഒരു കൊച്ചു കുഞ്ഞിന് വരെ അറിയാം, ഇവിടെ കാശുണ്ടെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിലും ആർക്കും എന്തും ചെയ്യാമെന്ന്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് എ പാസീവ് ലീഡർഷിപ്പ്. നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ ഓഫീസുകളിലുണ്ട്. പിന്നെ നാടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് മാറുമോ?